ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അനന്തപുരി തറവാട്ടിൽ നമ്മുടെ നന്ദു വരുന്നതും കാത്ത് അനി നിൽക്കുക. ആ സമയത്താണ് അവരുടെ വണ്ടി അങ്ങോട്ടേക്ക് വന്നെ. അപ്പോൾ അവർ ടാക്സിയൊക്കെ വിളിച്ച് വരുന്നു. അതിൽ നന്ദു ഉണ്ടോ എന്ന് അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷ. അനി ഇങ്ങനെ കണ്ണ് നട്ട് നോക്കി നിൽക്കുക കേട്ടോ, അതിൽ നിന്ന് ആരൊക്കെ ഇറങ്ങുന്നു എന്ന്. അപ്പോൾ അവർ 3 പേരും കൂടെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും നമ്മുടെ കനക, ഗോവിന്ദേട്ട, ഇന്ന് 7ാം മാസ ചടങ്ങിന് മാത്രമല്ല നമ്മൾ വന്നേക്കുന്നത്, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഓരോ ചലനങ്ങളും നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കോളണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കനകം പറയുമ്പം അതൊക്കെ SI ആകാൻ പോകുന്ന ആൾ നോക്കിക്കോളും, നമ്മൾ കൂടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ. ആഹാ, എന്നിട്ട് നയനമോളും അവരുടെ അമ്മായിമ്മയും തമ്മിലുള്ള അടുപ്പം കണ്ടുപിടിച്ചത് ഈ കനകദുർഗ തന്നെയല്ലേ എന്ന് കനകൻ ചോദിച്ചു. സൈബർ സെല്ലിന് നമ്പറുടെ ഡീറ്റെയിൽസ് വേണമെന്നും പറഞ്ഞ് മുൻപ് നയനേച്ചി എന്നെ വിളിച്ചിരുന്നു. ആ നമ്പർ ചേച്ചിയുടെ അമ്മാമ്മയുടേതാണെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നി തുടങ്ങിയതാണെന്നും പിന്നെ ഞാനതിൻ്റെ പിന്നാലെ പോയില്ലെന്നേ ഉള്ളൂ എന്നും നന്ദു അപ്പോൾ പറയുകയാണ്. എന്താണെങ്കിലും ആരും ഇനിയൊന്നും പറയാനൊന്നും നിൽക്കണ്ട, ഈ കള്ളക്കളി പൊളിച്ചതേ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ പൂർണ്ണമായിട്ടും പൊളിഞ്ഞിട്ടില്ല, അതിന് ഇനിയും കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകാനുണ്ടെന്ന് അന്നേരം ഗോവിന്ദേട്ടൻ കയറി പറയുകയും ചെയ്തു. എന്തായാലും ഖമോൺ എന്നും പറഞ്ഞു കനക ഇവരെയും കൊണ്ട് പോവുക. അനിയാണെ തുള്ളിച്ചാടി മുകളിൽ നിന്ന് ഇറങ്ങി വരുവാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടെ കയറി ചെല്ലുന്നു. എല്ലാവരും അന്നേരം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ കയറി ചെന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഗോവിന്ദേട്ടൻ ചോദിച്ചു, ഞങ്ങൾ വൈകിയില്ലല്ലോ അല്ലേ? ഒട്ടും വൈകിയില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. പക്ഷെ ഒരാൾ വൈകിക്കൊണ്ടിരിക്കുകയാണെന്ന് അന്നേരം പറഞ്ഞു മുത്തശ്ശൻ. അതാരാണെന്ന് ചോദിക്കുമ്പോൾ വേറെ ആരാ, നിങ്ങളുടെ മരുമകൻ തന്നെയാണെന്ന് ജയൻ പറഞ്ഞു. മുല്ലപ്പൂ വാങ്ങാനാണെന്നും പറഞ്ഞു പോയതാ, ഇപ്പം മുല്ലപ്പൂ ഇല്ല ആഹളും ഇല്ല എന്ന് അജയനും പറഞ്ഞു. അപ്പോൾ എവിടെ പോയതാ മോളെ അഭി എന്ന് കനകൻ ചോദിക്കുമ്പം പറഞ്ഞത് കേട്ടില്ലേ, മുല്ലപ്പൂ വാങ്ങിക്കാൻ പോയതാ, ഇപ്പം അവനെ കാണാനും ഇല്ല എന്ന് നവ്യ അവിടെ നിന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ വിഷമിക്കൊന്നും വേണ്ട, അവൻ നാട് വിട്ടു പോയിട്ടൊന്നുമില്ല, ഉടനെ വരുമെന്നും മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ ചിക്കൻ ബോക്സ് മാറിയില്ലേ മോളെ എന്ന് നന്ദുവിനോട് മുത്തശ്ശൻ ചോദിക്കുമ്പം മാറിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അനി ഇറങ്ങി വന്നു. നവ്യമോളുടെ വീട്ടിൽ നിന്ന് ആട് വന്നപ്പോൾ നീ ഇങ്ങനെ നിൽക്കുവാണോടി, അകത്തേക്ക് വിളിക്കുന്നില്ലേ അവരെന്ന് ജലജയോട് മുത്തശ്ശി ചോദിക്കുമ്പം അവരിപ്പോൾ വിരുന്നുകാരൊന്നും അല്ലല്ലോ, വീട്ടുകാരല്ലേ, പിന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ എന്ന് ജലജ ഒരു ചോദ്യം. നവ്യക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാകുന്നുണ്ട് ഇവർ ഈ കാണിക്കുന്നൊക്കെ കണ്ടിട്ട്. അപ്പോൾ നവ്യ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഈ സമയം നമ്മുടെ കനകം പതുക്കെ ദേവയാനിയെ ശ്രദ്ധിച്ചു. ആദർശ് മോൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് കനക ചോദിക്കുമ്പം നിങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ടേ ഇപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ദേവയാനി പറയുവാണ്. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനക നിൽക്കാം. അടുക്കളപ്പണി എനിക്ക് നല്ല കൂടുതലാണ്, അതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുമ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുവാണ്. മോൾക്ക് പണിയെടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അടുക്കളയിൽ കയറാൻ സമ്മതിക്കുന്നില്ലെന്നാണ് മോള് പറയുന്നതെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പം എങ്ങനെ സമ്മതിക്കാനാ, അടുക്കളയിലെ ഇവള് കാച്ചി വെച്ചിരുന്ന ഒരു ഗ്ലാസ് പാല് കുടിച്ചപ്പോഴാണ് ഞാൻ പെട്ടുപോയതെന്നും ഇനിയും അങ്ങനെ ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു എന്നും ദേവയാനി പറയണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും മോള് തന്നിട്ടുണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു. എന്ത് പരിഹാരം ഇന്ന് ദേവയാനി അന്നേരം ചാടിക്കയറി ചോദിക്കുക. പെട്ടെന്ന് ഞെട്ടി. അപ്പോൾ പരിഹാരം എന്തായിരുന്നുവെന്ന് പരിഹാരം സ്വീകരിച്ച ആൾക്ക് നന്നായിട്ട് അറിയാം, എന്നിട്ട് എല്ലാവരെയും പറ്റിക്കുവാണെന്ന് കനകം ഇത് കേട്ട് മനസ്സിൽ പറയുക. അപ്പോൾ എല്ലാവരും ഇരിക്കെന്നും പറഞ്ഞ് ആദർശ് ഭയങ്കര സ്നേഹത്തോടെ ഇവരോട് പെരുമാറുന്നു എന്ന് ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ കവറിനകത്ത് പലഹാരമല്ലേ വാങ്ങി വെക്കും മോളെന്നും പറഞ്ഞുകൊണ്ട് നയനയോട് മുത്തശ്ശി പറഞ്ഞു അതൊക്കെ വാങ്ങിച്ചു വെക്കുക. അപ്പോൾ പലഹാരങ്ങളൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ദേവയാനി. എങ്കിലും നാട്ടുനടപ്പ് അനുസരിച്ച് ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണ്ടേ എന്ന് കനകം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും കനകം ദേ കൊണ്ടുവന്ന് ഇതെല്ലാം നയനയുടെ കൈ കൊടുത്തിട്ടൊക്കെ കൊണ്ടുവയ്ക്കാനായിട്ട് ഇവരകത്തേക്ക് കയറിപ്പോയി. അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഹനിയും അതുപോലെ നന്ദുവും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക. ഭയങ്കര സന്തോഷമായി അവർക്ക്. അപ്പോൾ മോളെന്താ നിൽക്കുന്നേ എന്ന് നന്ദുവിനോട് ചോദിച്ചു. മോളും ചെല്ലാൻ പറഞ്ഞു അവരോടൊപ്പം. അങ്ങനെ നന്ദുവിനെ പറഞ്ഞു വിടും. അപ്പോൾ വാ മോളെന്നും പറഞ്ഞുകൊണ്ട് നവ്യ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവർ 2 പേരും കൂടി അകത്തേക്ക് കയറി പോയ സമയം ഇനിയിപ്പോൾ 7ാം മാസ ചടങ്ങ് നടത്താൻ പോകുന്നത് നിങ്ങൾ 2 പേരിൽ ആരുടെ ഭാര്യയാണെന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക നമ്മുടെ ആദർശിനോട്. അപ്പോൾ എന്താ മോനെ നീയൊന്നും പറയാത്തതെന്ന് അനിയോട് നമ്മുടെ ദേവയാനി ചോദിച്ചു. അപ്പോൾ അവനൊന്നും പറയില്ല, ഇന്ന് അനാമിക മോളും അവരുടെ അച്ഛനും അമ്മയും വരാത്തതിന് പോലും അവന് സങ്കടമൊന്നുമില്ല എന്ന് ജാനകി അങ്ങ് പറഞ്ഞു. അപ്പോൾ നീ അവരെ വിളിച്ചതല്ലേ എന്ന് അജയൻ ചോദിച്ചു കേട്ടോ. ഞാനും അവരോട് കാര്യം പറഞ്ഞതാ, എന്നിട്ടും വന്നില്ലെന്നുണ്ടെങ്കിലേ ഇനി അവനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നും അജയൻ ചോദിച്ചു. അപ്പോൾ ജാനകിക്ക് മതിയായി. എങ്കിലും ഈ കുറച്ചുകൂടി സ്നേഹം അനാമിക മോളോട് കാണിക്കണം മോനെ എന്ന് ജയൻ. അവനിപ്പോഴും അനാമിക മോളോട് സ്നേഹമുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല എന്ന് ജലജയും കയറി അങ്ങ് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ്റെ മുന്നിൽ വെച്ച് പണി കൊടുക്കാമെന്നാണ് ജലജ വിചാരിച്ചത്. തിരിച്ചു അങ്ങനെയൊക്കെ തന്നെയാണ്, പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക ജലജ.
അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിരാശയോടെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്ന അനാമിക മോളുടെ വീടാണ്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റി ചിക്കൻ ബോക്സ് ബാധിച്ചവളും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം 7ാം മാസക്കാരി വിളിച്ചുകൊണ്ട് പോകാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അനാമിക രേവതിയോട്. അവൾ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വേണു ഓടി ഇറങ്ങി വരുക. കുളി കഴിയുമ്പോഴാണ് ആ അസുഖം പടരുന്നത്. അതുപോലും ഓർക്കാതെയാ അവളെയും കൂട്ടി അവളുടെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നതെന്നൊക്കെ രേവതി പറയുമ്പം, ഇവിടെയാണ് മോളെ നീ മണ്ടത്തരം കാണിച്ചത്, ഈ സമയത്ത് നീ അവിടെ നിന്ന് മാറി നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന് വേണു മകളോട് പറയുമ്പം, ഇവളുടൻ ഇവിടെ വന്ന് നിന്നില്ലേ, അവൾ വരത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാനാ, ഇന്നത്തെ ദിവസം അവൾ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ രേവതി ഇങ്ങനെ പറയുമ്പം, അത് ഉറപ്പുള്ള കാര്യമല്ലേ എന്ന് വേണു. അതെ, അതിന് വേണ്ടിയിട്ട് അവളുടെ ചേച്ചിമാർ ഒരു പക്ഷേ അവളെ വിളിച്ചു വരുത്തിയതായിരിക്കും. എന്നാൽ ഇനി ഒരു കാര്യം ചെയ്യുമോളെ, നീയും കൂടെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു രേവതി. ഇനിയോ? ഒരു കാരണവശാലും ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല. അവളുമാർ മാത്രമല്ല അനിയും കൂടെ ചേർന്നായിരിക്കും അവളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരിടത്തേക്ക് ഞാനെന്തിനാ പോകുന്നതെന്നൊക്കെ മകള് ചോദിക്കുമ്പം, നീ ഇങ്ങനെ വഴക്കുണ്ടാക്കിയത് മാറി നിന്നാൽ ശരിയാവില്ല മോളെ. ഇതൊക്കെ അനിയും അവളും തമ്മിൽ കാണാനുള്ളൊരു അവസരം നീ ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് പറയുമ്പം, അമ്മേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ രക്തം തിളയ്ക്കും. 7ാം മാസ ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ ആ ചടങ്ങിലായിരിക്കില്ല അവളും അവനും ശ്രദ്ധിക്കുന്നത്. അവർ പരസ്പരം കണ്ണെറിയുന്നത് എനിക്ക് കണ്ടു നിൽക്കേണ്ടി വരും. അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് മകൾ അച്ഛനോടും അമ്മയോടും പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ആ സമയത്തെങ്ങനെ ഞാൻ പൊട്ടിത്തെറിച്ച അത് പിന്നെ ഫംഗ്ഷൻ ആക്കി എന്നുള്ളൊരു പേര് ദോഷം എനിക്ക് ഉണ്ടാക്കി തരും. അതൊക്കെ ഒഴിവാക്കി കളയുന്നത് തന്നെയല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പം, എന്നാൽ പിന്നെ ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ലെന്നും പറഞ്ഞ് രേവതി, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ നിന്റെ ജീവിതമേ ഇങ്ങനെയായി പോയതെന്നും പറഞ്ഞ്, കല്യാണത്തിന് മുൻപ് ആണും പെണ്ണും ഒക്കെ പരസ്പരം സ്നേഹിക്കുന്നതും ഒക്കെ പതിവ് തന്നെ കാര്യമാണ്. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ കെട്ടിക്കൊണ്ട് പോകുന്നവൻ്റെ മനസ്സറിഞ്ഞ് പെൺകുട്ടികൾ ജീവിച്ചാൽ അവർ സാവകാശം നമ്മളിലേക്ക് വരും. അതാണ് പതിവെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഉപദേശിച്ചു കൊടുക്കണം മോൾക്ക്. അപ്പം ഇതൊക്കെ ആരോട് പറയാനാ എൻ്റെ രേവതി എന്നും പറഞ്ഞിരിക്കുക വേണു. അപ്പോൾ ഇനി ആ ബന്ധം ഒരുമിച്ച് പോവില്ല എന്ന് അച്ഛനും അമ്മയ്ക്ക് ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് ഇനി അവനുമായിട്ട് കോംപ്രമൈസിന് നിൽക്കേണ്ട, അവിടുത്തെ സ്വത്തുക്കളിൽ മാത്രം കണ്ണുവെച്ചാൽ മതിയെന്ന് നിങ്ങൾ തന്നെയല്ലേ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്നും മകൾ അച്ഛനോടും അമ്മയോടും ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ വിഷമം കൊണ്ടാണ് മോളെ ഇതൊക്കെ പറയുന്നത്. ഇനി നീ ഇന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കാത്തത് കൊണ്ട് അവൾക്കതൊരു വലിയ സംഭവമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് മൂർത്തി സാറ് കരുതി പോയാൽ അത് കുഴപ്പമാവില്ലേ എന്ന് രേവതി അനാമികയോട് ചോദിച്ചു. ഷോ എന്നും പറഞ്ഞിരിക്കുക വേണു. പിന്നെ നമ്മൾ ആഗ്രഹിച്ച് എന്തെങ്കിലും കാര്യം നടക്കാൻ വല്ല ചാൻസും ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ബന്ധം പിരിയുന്നതിനെ പറ്റി അവർ ചിന്തിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമോ എന്ന് ആലോചിച്ചിരിക്കുക ഈ അനാമിക. അപ്പോൾ ബന്ധം പിരിയുന്നതിനെ പറ്റി അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ രേവതി. ഡിവോഴ്സിന് അവർ മുന്നിട്ടിറങ്ങിയാൽ നമ്മൾ ചോദിക്കുന്ന കോമ്പൻസേഷൻ അത് നമുക്ക് തരേണ്ടി വരും. അത് നമ്മൾ മേടിച്ചെടുക്കണം. മൂർത്തി സാറിനും കുടുംബത്തിനും അത് അത്ര വലിയ കാര്യമൊന്നും അല്ല എൻ്റെ വേണുവേട്ടാ. എന്നാലേ എനിക്കത് വലിയ കാര്യം തന്നെയാണ്. അവരുടെ സാമ്പത്തികം കിട്ടുന്നതിനൊപ്പം നന്ദു ആ വീട്ടിലേക്ക് വരാനും പാടില്ല എന്നും പറഞ്ഞ് അനാമിക കടന്ന് ഭയങ്കര വയലൻ്റായിട്ട് സംസാരിക്കുന്നു. വേറെ ആരെയാണ് കല്യാണം കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നന്ദുവിനെ കെട്ടരുത്, എനിക്ക് അത്രയേ ഉള്ളൂ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നൊക്കെ ഇരുന്ന് അങ്ങ് തട്ടി വിട്ടുകൊണ്ടിരിക്കാം. ഞാനും അനിയും തമ്മിൽ അകലാനും കാരണം അവൾ ഒറ്റ ഒരുത്തിയാണെന്നൊക്കെ അനാമിക പറഞ്ഞ് അതിനാ ഒരിത് പറയണം. അതുകൊണ്ട് അവളും അവളുടെ വീട്ടുകാരും ആഗ്രഹിക്കുന്നത് പോലെ അവൾ അനന്തപുരി തറവാടിൻ്റെ മരുമകളാകാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത്. അതായത് ഒരേ സമയം അനന്തപുരി തറവാടിൻ്റെ സാമ്പത്തികവും നമുക്ക് വേണം, നന്ദു അവിടേക്ക് വരാനും പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നടക്കുന്നതെന്നൊക്കെ അനാമിക പറയുമ്പോൾ, മോളെ നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചേ ഞങ്ങൾ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളൂ, ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും എന്ന് വേണു മകൾക്ക് വാക്കും കൊടുത്തു. പക്ഷേ അതിൻ്റെ അവസാനം നമുക്ക് ഗുണമുണ്ടാകണം, എനിക്കത്ര പറയാനുള്ളൂ. പിന്നെ ഇപ്പോഴും കടത്തിൽ മുങ്ങി താഴുന്ന ഒരാളാണ് അച്ഛനെന്ന് നിനക്കറിയാവല്ലോ. അതൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാലേ മോൾക്ക് കൊള്ളാം. എന്നാലും അസുഖം ബാധിച്ചവൾ വന്നല്ലോ അച്ഛാന്നും പറഞ്ഞ് അനാമിക ഭയങ്കര കലിപ്പിലിരിക്കുന്നു. അപ്പോൾ അവളുടെ മനസ്സിൽ എന്തുമാത്രം ഇഷ്ടം അവനോടുണ്ടാകും അതൊന്നും നമ്മൾ കാണാതെ പോകരുതെന്നും പറഞ്ഞ് അനാമിക ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് എഴുതി വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ 3 എണ്ണങ്ങളും കൂടെ അവരെ പിരിക്കുന്നതിൻ്റെ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി നിൽക്കുന്നു. ഈ സമയത്ത് ഇവിടെ നമ്മുടെ അബിയും അനഘയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പം നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചൊന്ന് പറയാൻ പറഞ്ഞു അബി അനഘയോട്. ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നും പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് പോയതെന്നും പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ പോയത് മറ്റൊന്നും കൊണ്ടല്ല എന്നൊക്കെ ഈ അനഘ ഇരുന്ന് പറയുന്നു. നീ എന്നെ വഞ്ചിച്ചതുപോലെ തന്നെ ദൈവങ്ങളും എന്നെ കൈവിട്ട് കളഞ്ഞു എന്ന് അനഘ ഇങ്ങനെ പറയുമ്പോൾ അബി ഇങ്ങനെ നോക്കി എന്താ ഇവൾ എന്നെ പറയുന്നതെന്നു. ആദ്യം ചെറിയൊരു തലവേദനയായിട്ടാണ് തുടങ്ങിയത്, പിന്നീട് അത് രൂക്ഷമാവുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം.
സഹിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു എന്ന് പറഞ്ഞു. ഇവളെന്ത് പറയുന്നതെന്ന് ഓർത്ത് അഭി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനൊടുവിൽ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് അധികം ആയുസില്ല എന്നുള്ളതെന്ന് പറയുമ്പോഴേക്കും അഭിഞെട്ടലോടെ ഇങ്ങനെ ഇരിക്കുക. ഉള്ളിലെ സന്തോഷമാണ്, പക്ഷെ ഇവളുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെന്നും ഏത് നിമിഷവും മരണം തേടി വരുന്ന ഒരു പേഷ്യൻ്റാണ് ഞാനെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അഭി ഇങ്ങനെയാണെന്ന് ഉരുളുവാകണം. അപ്പോൾ അതിനു മുൻപ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു കരങ്ങളിൽ ഏൽപ്പിച്ചേ പറ്റുമെന്ന് അനഘ അഭിയോട് പറയണം. അങ്ങനെ ചിന്തിച്ചപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടെന്നും അപ്പം പിന്നെ അനാഥാലയത്തിലേക്കോ അല്ലെങ്കിൽ അന്യൻ്റെ കൈകളിലേക്കോ എന്തിന് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ അനഘ ചോദിക്കും. അഭി മൊത്തത്തിൽ ധർമ്മസങ്കടത്തിലായി. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ട ആൾ നീ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് അഭിയോട് പറഞ്ഞു. അതുകൊണ്ടാണ് നിന്നെ തേടി ഞാൻ വന്നത്. അത് കേട്ടപ്പോൾ നീ എന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അനഘയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇത്രയും കാലം നാട് വിട്ട് നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അഭി ചോദിച്ചു. അപ്പം നിന്നെ കൊണ്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അനഘ അഭിയോട് പറയണം. കാരണം ചാന്ദിനി മോളും നിന്റെ കൂടി മോളാണെന്നും അത് ഏത് കോടതിയിലും തെളിയിക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കിതൊക്കെ കേട്ടിട്ട് ശരീരം തളരുന്നത് പോലെ തോന്നുന്നതെന്ന് അഭി. അപ്പോൾ അനാഥയാകാൻ പോകുന്ന എൻ്റെ കുഞ്ഞിനെ പറ്റി ഓർക്കുമ്പം ഞാൻ എത്രമാത്രം തകരണോടാന്ന് ഈ അനഘ ചോദിച്ചു അഭിയോട്. ഞാൻ എന്തായാലും അധികം താമസിക്കാതെ മരിക്കുമെന്നും എൻ്റെ കുഞ്ഞൊരിക്കലും അനാഥമായി പോകാൻ പാടില്ല എന്നും പറഞ്ഞു. ആരുമില്ലാതെ എൻ്റെ മോള് പെരുവഴിയിലാകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബിയുടെ ഫോണിലേക്ക് കോള് വന്നു. അബി പെട്ടെന്നതേ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവരെല്ലാവരും എന്നെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നു, ഇങ്ങനെതാക്കുന്നു. അപ്പോൾ കാത്തിരിക്കുന്നവരൊക്കെ കാത്തിരിക്കട്ടെ, അവർക്കൊന്നും എന്നെപ്പോലെ നീറുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുവാണ്. ഇത് എൻ്റെ മാത്രം കാര്യമല്ല, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം കൂടി ഞാൻ ഈ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പറയുവാണ്. അവിടെ നീ വ്യക്തമായിട്ടൊരു മറുപടി എനിക്ക് തന്നേ പറ്റുമെന്നും തരാതെ പറ്റില്ല എന്ന് തറപ്പിച്ച് പറയുവാണ്. ഇവിടെ അബിക്ക് പോകാനും പറ്റണില്ല. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അവിടെ അനന്തപുരി തറവാട്ടിലെ നമ്മുടെ പൂജാമുറിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നയന വിളക്ക് കൊളുത്തുന്നു. അപ്പോൾ ദേവയാനി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരും. ചിരിച്ചുകൊണ്ട് നിന്ന മുഖം പെട്ടെന്ന് അങ്ങ് മാറി ദേഷ്യത്തിൻ്റെ ഗൗരവത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നീങ്ങുന്നു ദേവയാനിയുടെ. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നയനയുടെ അരികിലേക്ക് നന്ദു വന്നു. ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ച്. ഇതൊക്കെ കണ്ട് നമ്മുടെ ദേവയാനി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ കനകവും ഗോവിന്ദേട്ടൻ അവിടെ ഇരിക്കുന്നു. അവരുടെ അടുത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വരുന്നു. പുറകെ വാല് പോലെ ജലജിയും ജാനകിയും കൂടെ വരുന്നു. അപ്പോൾ എടോ താനും ഒരു വീട്ടിലെ കാരണവരാ, അപ്പോൾ പിന്നെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ കൂടെ എഴുന്നേക്കേണ്ട കാര്യമില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പം സാറിനെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും എഴുന്നേറ്റ് പോകും സാറിന് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ അത് ശരിയാ ഗോവിന്ദേട്ടൻ പറഞ്ഞു. മൂർത്തി സാറേ എത്ര എഴുന്നേൽക്കാത്തവരും സാറിനെ കണ്ട എഴുന്നേറ്റ് പോകുമെന്ന് നമ്മുടെ കനകം പറഞ്ഞു. അപ്പം നിന്റെ മരുമകളുടെ 7ാം മാസ ചടങ്ങാ, എന്നിട്ട് നീ ഇങ്ങനെ മാറി നിന്നാലോ എന്ന് മുത്തശ്ശി ജലജ വന്നപ്പോൾ ചോദിച്ചു. അവള് മാറി നിൽക്കും, അവളുടെ മോനും മാറി നിൽക്കും. അവരിതൊന്നും ഗൗരവത്തിലെടുത്തിട്ടില്ല. മുല്ലപ്പൂ വാങ്ങാൻ പോയവനാ, എത്രയും നേരം വേണം മുല്ലപ്പൂ വാങ്ങാനായിട്ടെന്ന് മുത്തശ്ശൻ നേരം ചോദിച്ചു. അവൻ ചിലപ്പോൾ പോയെടുത്തൊന്നും മുല്ലപ്പൂ കിട്ടി കാണത്തില്ലായിരിക്കുന്നു ജലജ. മുല്ലപ്പൂ അങ്ങനെ കിട്ടാത്ത സാധനമൊന്നും അല്ലെന്ന് മുത്തശ്ശിയും പറഞ്ഞു. അപ്പോഴേക്കും നവ്യയും നയനിയും നന്ദുവും ദേവയാനിയും ഒക്കെ കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവനെ വിളിച്ചില്ല മോളെ എന്ന് നവ്യയോട് ചോദിച്ചപ്പോൾ വിളിച്ചായിരുന്നു, എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടോ ഗോവിന്ദ, എൻ്റെ 3 കൊച്ചുമക്കളെയും തനിക്കറിയാമല്ലോ, അതിലനുസരണ ഇല്ലാത്തത് അവന് മാത്രമേ ഉള്ളൂ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുക ജലജ ജാനകി. പിന്നെ ഇവൻ്റെയൊക്കെ പ്രവൃത്തി ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി പലപ്പോഴും പല കാര്യങ്ങളും ഇവനൊക്കെ വേണ്ടി ഞാൻ ചെയ്യുകയായിരുന്നു. ആർക്കെങ്കിലും വാക്ക് കൊടുത്താൽ അവൻ അത് നേരത്തെ എല്ലാവരും പാലിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാവരും തന്നിഷ്ടത്തിനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങൾ അവിടെ ഇരുന്ന് പറയുമ്പോൾ നമ്മുടെ അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണേ. അപ്പോൾ അനി ഇറങ്ങി വന്ന് ഇവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവർ വരുമോ മോനെ, അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ എന്ന് അനിയെ കണ്ടപ്പോൾ ദേവയാനി ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതെന്താ മോനെ നിനക്കറിയാത്തേ, നിൻ്റെ ഭാര്യ വീട്ടുകാരുടെയും കാര്യങ്ങൾ പിന്നെ ഞങ്ങൾക്കാണോ അറിയാവുന്നതെന്ന് മുത്തശ്ശി അനിയോട് ചോദിച്ചു. അപ്പോഴും അനി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നന്ദുവിനെ നോക്കും. അപ്പം നന്ദു ഇങ്ങനെ ചിരിച്ച് കാണിക്കുക അനിയെ. ആ സമയത്താണെങ്കിൽ ഇതൊക്കെ ജാനകി കാണുന്നുണ്ട്. ജാനകിക്കാണെങ്കിൽ ഭയങ്കര കലിപ്പ് ഇതൊക്കെ കണ്ടിട്ട്. ആ സമയം നവ്യയുടെ അരികിലേക്ക് നയന ചെന്നു. അപ്പോൾ അവൾ ഒരുക്കിയതല്ലേ നീ, പിന്നെ എന്തിനാ അതിൻ്റെ മുകളിൽ വീണ്ടും കലാവിരുത് കാണിക്കുന്നേ എന്ന് ദേവയാനി ചോദിച്ചപ്പം അവൾ വല്ല ഡിസൈനറാണെന്ന് എല്ലാവരെയും കാണിക്കാനായിരിക്കുമെന്നും പറഞ്ഞ് ജാനകി പറഞ്ഞു. നീയായിട്ട് ഒന്നും ചെയ്യില്ല, പിന്നെ മോള് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു മുത്തശ്ശി ഇവരോട്. ഇതൊക്കെ ഞങ്ങൾക്കും ചെയ്യാൻ അറിയാം, ഇവളെന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത് എന്നതായി ദേവയാനി ചോദിക്കുക. അപ്പോഴേക്കും മോൾ അമ്മായിമ്മയെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ കനകവും ഗോവിന്ദേട്ടനും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നന്ദുവും.
അങ്ങനെ ഇവരുടെ ഓരോ ചലനങ്ങളും അവർ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഈ സമയത്ത് നബിക്ക് ആകെ ടെൻഷനാണ്. ഇവനിത് എവിടെ പോയി കിടക്കൊച്ചേന്നും പറഞ്ഞ് നിൽക്കുക. ആദർശിൻ്റെ അമ്മയാണ് മോളെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതെന്നും എന്ന് വെച്ചാൽ മോളെ അമിതമായിട്ട് സ്നേഹിക്കണം എന്നൊന്നുമില്ല, എങ്കിലും മോൾ ഈ വീട്ടിലെ മരുമകളാണെന്നുള്ളൊരു പരിഗണന കൊടുക്കണം, അതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പം അങ്ങനെയുള്ള പരിഗണനയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ദേവയാനി ദേഷ്യത്തോടെ. പിന്നെ എല്ലാവരും ഇവളെ തലയിലെടുത്ത് വെച്ച് നടക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ തലയിൽ ഒന്നും എടുത്തു വെച്ചുകൊണ്ട് നടക്കണ്ട, മോള് ഈ വീട്ടിലൊരു അംഗമാണെന്നുള്ളൊരു പരിഗണന മാത്രം കൊടുത്താൽ മതി എന്ന് കനകം ദേവയാനിയോട് പറയുന്നു. അപ്പോൾ ഇപ്പം നല്ല ചൂടൊക്കെ അല്ലേ ഏട്ടത്തി, മോൾക്ക് വെഞ്ചാമരം വീശി കൊടുക്കണമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് കളിയാക്കുക. അപ്പോൾ നിർത്താൻ പറഞ്ഞു മുത്തശ്ശൻ. ദേ കനകയും ഗോവിന്ദനും പറഞ്ഞത് സത്യമല്ലേ, ഇവർ വരുമ്പോഴെങ്കിലും കുറച്ച് മാന്യമായിട്ട് അമ്മായിമ്മ എന്നുള്ള നിലയിൽ നിനക്ക് മോളോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തുകൂടെ എന്ന് മുത്തശ്ശൻ ചോദിക്കുക. അപ്പം മുത്തശ്ശൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇവളുമാർക്ക് മറുപടിയില്ല. ഇവളുമാരെല്ലാം പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. ദേവയാനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ദേവയാനി അന്നേരം ഒരു ചിരി. അപ്പോഴേക്കും നമ്മുടെ നന്ദു ചിരിക്ക് എല്ലാം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതെന്ന് മനസ്സിൽ പറയുക. ദേവയാനിയുടെ കള്ളച്ചിരിയൊക്കെ അവർ കാണുന്നുണ്ട്, നയനയുടെ കണ്ണിറുക്കലൊക്കെ കാണുന്നുണ്ട് നമ്മുടെ കനകം. അല്ല മോളുടെ ഭർത്താവ് എവിടെയെന്ന് നയനയോട് ചോദിച്ചു. ഞാനിവിടെ ഉണ്ട് മുത്തശ്ശാന്ന് പറഞ്ഞ് ആദർശം അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എടാ മോനെ, 7-ാം മാസമായിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ പോകുന്ന ആളിൻ്റെ ഭർത്താവിനെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പം അവനിത് എവിടെ പോയി കിടക്കുവാണെന്ന് ചോദിച്ചു നവ്യയോട്. ഒരു പിടിയില്ലേ എനിക്കെന്ന് നവ്യ പറയുമ്പോൾ നിൻ്റെ അടുത്താണല്ലോ അവനെല്ലാം പറഞ്ഞിട്ട് പോകുന്നേ, അവൻ എവിടെയാണ് പോയത്, മുല്ലപ്പൂ വാങ്ങാനല്ലാതെ വേറെ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല, അവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല എന്ന് നവ്യ പറഞ്ഞു. ഒരുപാടങ്ങ് വളർന്നു പോയി, അല്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂടവൻ അറിഞ്ഞേനേന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുമ്പോൾ ചേച്ചി വിഷമിക്കേണ്ട, അബി ഉടനെ വരും, ഒന്നുമില്ലെങ്കിലും മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ടല്ലേ പോയത്, അപ്പോൾ അതിന് തന്നെയാണോന്ന് എൻ്റെ സംശയമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ പറഞ്ഞു. ഈ സമയത്ത് അനഘയാണെന്നുണ്ടെങ്കിൽ നവ്യയെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇവനാണെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ അനഘയോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. മൊത്തത്തിൽ 2 പേരും പെട്ടു. അനഘയും ആകെ ധർമ്മസങ്കടത്തിലായിട്ടിരിക്കുക. അപ്പോൾ നീ എന്താ എന്നോടൊന്നും പറയാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ നിന്നോട് എന്തു പറയാനാ, നീ കരുതുന്നതിനേക്കാളും കുഴപ്പം പിടിച്ചൊരവസ്ഥയിലൂടെ ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിനക്കും എന്താ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് അനഘ ചോദിക്കുവാണ്. നിൻ്റെ അസുഖം എന്താണെന്ന് എനിക്കറിയാം, അതിലാണല്ലോ ഞാനും വീണു പോയതെന്ന് പറയുമ്പം നടന്നതിനെപ്പറ്റി വീണ്ടും നീ ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ട് എന്താ അനഘ കാര്യം? ഒരു കാര്യമില്ലല്ലോ. എൻ്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടി മറ്റൊരുവളുടെ മകളെ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മകളും നിനക്ക് സ്വന്തമാണ്, അതുകൊണ്ട് നിൻ്റെ ഭാര്യ അറിഞ്ഞാലും കൊള്ളാം അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം, എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം നീ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഒന്ന് അങ്ങോട്ട് പൊക്കോട്ടെ അനക്കെ, എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. വിളിക്കുമ്പോൾ ദേ അനുകൂല മറുപടിയായിട്ട് വേണം നീ എന്നെ വിളിക്കാൻ, അല്ലെങ്കിൽ നിൻ്റെ കല്യാണം ഞാൻ ആലമ്പിക്കളയുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നിന്നോട് പറയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്നേരം അഭി, അതൊന്നും കേൾക്കേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും കോള് വന്നത്, എന്നെ വീണ്ടും വിളിക്കുന്നു, ഞാൻ പോകുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒറ്റ ഓട്ടമായിരുന്നു അഭി. ആ പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. ആ സമയത്ത് പൂജാമുറിയിൽ ജലജയും ജാനകിയും കൂടെ കയറി നീ അഭി എന്താ വരാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവൻ ഈ ചടങ്ങിനോടൊന്നും തീരെ താല്പര്യമില്ല. പിന്നെ എന്നാലും എല്ലാവരെയും ബോധിപ്പിക്കാനെങ്കിലും അവൻ വരണ്ടേ. അപ്പോൾ വന്നില്ലെങ്കിൽ അവന് തന്നെയാണ് തട്ടുകേട്. അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അതൊരിക്കലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു ജാനകി. അവൻ എവിടെ പോയി കിടക്കുവാണോ എന്തോന്നും പറഞ്ഞുകൊണ്ട് വിളക്ക് കൊളുത്താണ് ഭഗവാന്റെ മുന്നിൽ കുശുമ്പ് പിടിച്ച് ഈ 2 എണ്ണങ്ങൾ. അപ്പോൾ എല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ജലജയും കുട്ടി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ എടി മാറി നിന്ന് സംസാരിക്കാതെ അവൻ ഒന്നുകൂടെ വിളിക്കാൻ നോക്കാൻ പറഞ്ഞു മുത്തശ്ശി ജലജയോട്. അപ്പം ഞാൻ വിളിച്ചില്ലേ ഒരുപാട് തവണ, അവൻ വിളിച്ചിട്ടെടുക്കാത്തതിന് ഞാനും ചെയ്യാനാണെന്ന് ചോദിച്ചു. ഇന്ന് അവൻ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ അവനെ ഈ വീട്ടിനകത്ത് കയറ്റത്തില്ല എന്ന് മുത്തശ്ശൻ തറപ്പിച്ചു പറയുന്നു. അങ്ങനെ അവിടുത്തെ പൂതനകളുടെയൊക്കെ കൊമ്പൊടിച്ചുകൊണ്ടാണ് നമ്മുടെ മുത്തശ്ശൻ്റെ തീരുമാനം വന്നിരിക്കുന്നത്. ഇപ്പോഴവനെ ഞാൻ ഏതാണ്ട് വീഴാറായെന്നുള്ളൊരു തോന്നല. ഏതായാലും വീഴുന്നതിന് മുൻപ് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കുമെന്നും പറഞ്ഞ് മുത്തശ്ശൻ എല്ലാത്തിനെയും മുൾമുനയിൽ നിർത്തുവാണ്. ഇതൊക്കെ കേട്ട് നവ്യ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.